അടിപൊളി ആട്ടിൻകൂട്ടം. ഇവിടെ കൂടെ പോകാൻ പറ്റുമോ? പറ്റും. സച്ച് പാസ് എത്തുന്നതിന് തൊട്ട് താഴെ വെച്ച് എക്സോസ്റ്റ് ഒടിഞ്ഞ് എങ്ങനെയാണോ എന്തോ, കല്ലടിച്ച് പൊട്ടിയതാണോ എന്തോ, ഭയങ്കര സൗണ്ട് കേട്ട് നോക്കിയപ്പോഴേക്കും അവിടെ എക്സോസ്റ്റ് പൊട്ടി കിടക്കുന്നു. ഇനി ഇത് എവിടെയെങ്കിലും കൊണ്ട് ഫിക്സ് ചെയ്യണം. ഇനി എക്സോസ്റ്റ് ഇല്ലാതെ ലൗഡ് നോയ്സ് തന്നെ ഇതുവഴി പോകണമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് വിഷമം. ആൾക്കാർക്ക് ഫുൾ ഇറിറ്റേറ്റ് ആവും. ലെറ്റ്സ് സീ. നമ്മളിപ്പോൾ സച്ച് പാത്സ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ആയിട്ടുണ്ട്, ഇനി കുറച്ചുകൂടിയേ ഉള്ളൂ. കില്ലാറിൽ വർക്ക്ഷോപ്പൊക്കെ ഉണ്ടാകുന്നതാണ് ലോക്കൽസ് പറയുന്നത്. ലെറ്റ്സ് സീ. അടിപൊളി വ്യൂ കേട്ടോ, ഒരു രക്ഷയില്ല, നിർത്താതിരിക്കാൻ തോന്നൂല ബ്രോസ്. അതായത് ഫസ്റ്റ് ക്ലാസ് ഇറങ്ങി നമ്മളിതാ കില്ലാറിലേക്ക് കിടക്കുകയാണ്. കില്ലാറിൽ ചെന്നിട്ട് ഈ സൈലൻസർ വെക്കാൻ പറ്റുമോ നോക്കാം. ഓക്കെ, നമ്മളിപ്പോൾ 1:11 നമ്മൾ 9:45 ക്രോസിലാണ് കില്ലാറിലേക്ക് പോകുന്നത്. നമ്മളിപ്പോൾ രണ്ടിൻ്റെ ഇടയിലാണ് നിൽക്കുന്നത്. ബേസ് റിവറാണെന്ന് തോന്നുന്നു, ഏതോ റിവർ മാപ്പിൽ നോക്കണം. ഉണ്ടോ അല്ലെങ്കിൽ നിറഞ്ഞു ഭയങ്കരം. ഒരു രക്ഷയില്ല നേച്ചറിൻ്റെ ഒരു ഭാവങ്ങളെ.
ബൈക്കൊക്കെ ഫിക്സ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് ഇപ്പം നമ്മൾ താണ്ടിയിലേക്ക് പോവുകയാണ്. താണ്ടി പിന്നെ പതും മിക്കവാറും പതുമായിരിക്കും സ്റ്റേ ചെയ്യുന്നത്. പതും എനിക്ക് എത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഒരുപാട് സമയമായി, ഇപ്പോൾ 3 3:30. കിലോന്ന് വല്ലതും സ്റ്റേ അടിക്കേണ്ടി വരും. ഇന്നും അവരുടെ കൂടെ എത്താൻ പറ്റൂല. നോ പ്രോബ്ലം. Wow! അവന്മാർ വണ്ടി കൊണ്ട് അങ്ങനെ ഇട്ടില്ലായിരുന്നെങ്കിൽ ചുമ്മാ കയറി വരായിരുന്നു. താണ്ടി 70 കിലോമീറ്റർ, കീലോങ് 79 കിലോമീറ്റർ, അട്ടൽ ടണൽ റോത്താങ് 100 കിലോമീറ്റർ, മണാലി 133, കുളു 175. നമുക്ക് പോവേണ്ടത് താണ്ടി 70 കിലോമീറ്റർ പെട്രോൾ അടിക്കുക, കിലോമീറ്റർ സ്റ്റേ അടിക്കുക. അവരെവിടെയാണ് സ്റ്റേ അടിക്കുന്നതെന്ന് അറിയില്ല. മിക്കവാറും അവർ അതുമായിരിക്കും. നോക്കാം ലൊക്കേഷൻ ഇടുന്ന എവിടെയാണെന്നുള്ളത്. എന്തായാലും താണ്ടി പോയി പെട്രോൾ അടിച്ചിട്ട് കിലോമീറ്റർ സ്റ്റേ അടിക്കാം. ഓക്കെ ഗൈസ്, ലെറ്റ്സ് ഗോ. കൂടെയുള്ള ടീംസ് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന അടുത്തുനിന്ന് 50 കിലോമീറ്റർ അപ്പുറത്താണ്. അവരുടെ റൂം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ അവിടെ പോയി ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ താണ്ടി എത്താറായി. കുറച്ച് ദൂരമുള്ള താണ്ടിക്ക് അപ്പുറത്ത് അവർ റൂം എടുത്തിട്ടുണ്ട്. ലൊക്കേഷൻ അയച്ചു തന്നു. അപ്പോൾ എൻ്റെ സോളോ റൈഡ് ഇവിടെ അവസാനിക്കുകയാണെന്നാണ് തോന്നുന്നത്. നാളെ മുതൽ പിന്നെയും ഗ്രൂപ്പ് റൈഡ്. അടിപൊളി. എന്നാൽ ഇവിടുത്തെ വ്യൂസൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഓരോ പാറയും ഓരോ ലുക്കാണ്. കണ്ണ് തള്ളിപ്പോകും അതിൻ്റെ ഭംഗി കണ്ടിട്ട്. ഒരു രക്ഷയില്ല. ഹിമാചൽ പൊളിയാണ് മോനെ.